ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. താനെന്താ ഈ പറയുന്നത്? ചന്ദ്രമതിക്ക് എന്ത് സംഭവിക്കാൻ? ചന്ദ്രമതി കൊല്ലപ്പെടാൻ പോകുന്നതിന്റെ സൂചനകൾ പോലെയാ അവളുടെ ഫോൺ കോൾ സൂചിപ്പിക്കുന്നത്. ഉറപ്പാ അവൾ ഒരു വലിയ അപകടത്തിന്റെ നടുവിലാ. ത്യാഗരാജൻ തന്നെയാ പിറകില്. എന്ത് വില കൊടുത്തും ചന്ദ്രമതിയെ രക്ഷിക്കണം പ്രഭ. മകളും ഭർത്താവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പാവം സ്ത്രീയാ. ഇനി അവരെയും കൂടി മരണത്തിന് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മുടെ കേസിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അവരുടെ ജീവൻ ആപത്ത് വരരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് നോക്കണം. അന്ന് വീട്ടിൽ വന്ന് മടങ്ങിപ്പോയ ശേഷം അവളുടെ ഫോൺ കോൾ വരാതായപ്പോഴേ ഒരു ദുസൂചന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവള് മനഃപൂർവ്വം പിൻവലിഞ്ഞതാണോ എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിയിരുന്നെങ്കിലും എന്തോ സംഭവിച്ചതാകാന്ന് പിന്നീട് എന്റെ മനസ്സ് പറഞ്ഞു. ത്യാഗരാജൻ തന്നെയാ ഇതിന്റെ പിറകില്. അവനെ വെറുതെ വിട്ടാ പറ്റില്ല. നമ്മുടെ ഗിരിയെ ഈ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നിർത്തിയവനാ. ബാക്കി ആരെപ്പോലും അല്ല എനിക്ക് ഗിരി. മഹത്വം നിറഞ്ഞതാ അവന്റെ ചിന്തയും പ്രവൃത്തിയൊക്കെ. നമ്മുടെ ഭാഗ്യ ഗിരിയെ പോലെ ഒരാൾ നമ്മുടെ മരുമകനായിട്ട് വന്നത്. നമ്മുടെ ഗിരിയെ പീഡനക്കേസിൽപ്പെടുത്തിയ ത്യാഗരാജന് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. സിദ്ധുവിന് ത്യാഗരാജനെ ശിക്ഷിക്കാൻ പറ്റില്ല സിദ്ധു. കാരണം അതിനു മുൻപ് ഞാനത് ചെയ്യും. എന്റെ ഔദാര്യം അവന്റെ ഇപ്പോഴത്തെ ജീവിതം. എന്താ പ്രഭേ? ഒന്നുമില്ല. ചന്ദ്രമതിയുടെ അവസ്ഥ കാണിച്ച് കാട്ടൂരാൻ വഴി കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്താലോ? അല്ലെങ്കിൽ DGPക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒരു പരാതി? പോലീസിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാം ത്യാഗരാജന്റെ ആൾക്കാരാ. വ്യക്തിപരമായ നീക്കമാവും കൂടുതൽ വർക്കാവുന്നത്. പിന്നൊരു മാർഗം മുന്നിൽ തെളിയുന്നുണ്ട് സിദ്ധു. എന്താ? നമ്മൾ മാറി നിന്നിട്ട് മറ്റൊരാളെ മുന്നിൽ നിർത്തുക. കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുക. അയാളായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ചെയ്യിപ്പിക്കുന്നത് നമ്മളും. അങ്ങനെ ഒരാൾ അതാരാ? മന്ത്രി മേരി തോമസ്. മേരി തോമസിന്റെ സഹായം വേണം. പക്ഷെ മേരി തോമസിനെയും ഇതിലേക്ക് കൊണ്ടുവരാനും ധൈര്യത്തോടെ ഈ മിഷൻ ഏറ്റെടുക്കാനും ചങ്കൂറ്റമുള്ള ഒരാള്. ആര്? അങ്ങനെ ഒരാളുണ്ട് സിദ്ധു. അയാള് നമ്മുടെ കൂടെ നിൽക്കും, ഉറപ്പാ. ഞാൻ അയാളെ കണ്ടുപിടിക്കും.